Welcome to Structure of Atom, Section 7, Spectrum. Question number 41. What is spectrum? എന്താണ് സ്പെക്ട്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Arrangement of radiations is known as spectrum. റേഡിയേഷൻസിൻ്റെ ക്രമീകരണത്തിനെ, അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് സ്പെക്ട്രം. അറേഞ്ച്മെൻറ്റ് ഓഫ് റേഡിയേഷൻസ് ഈസ് നോൺ ആസ് സ്പെക്ട്രം. അടുത്ത ക്വസ്റ്റ്യൻ. ഡിഫറൻഷിയേറ്റ് continuous spectrum and discontinuous spectrum. എന്താണ് കണ്ടിന്യൂസ് സ്പെക്ട്രം, എന്താണ് ഡിസ്കണ്ടിന്യൂസ് സ്പെക്ട്രം എന്നതാണ് ചർച്ച ചെയ്യുന്നത്. ആൻസർ നോക്കൂ. ഇഫ് ദർ ഈസ് നോ ഗ്യാപ്പ് ബിറ്റ്വീൻ റേഡിയേഷൻസ്, spectrum is known as continuous spectrum. റേഡിയേഷൻസിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഇല്ലെങ്കിൽ, റേഡിയേഷൻസ് ഓവർലാപ്പ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ അത്തരം സ്പെക്ട്രത്തിനെ വിളിക്കുന്ന പേരാണ് കണ്ടിന്യൂസ് സ്പെക്ട്രം. എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. മഴവില്ലിൽ 7 നിറങ്ങളുണ്ട്. ഏതൊക്കെയാണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഈ നിറങ്ങൾ വളരെ അടുത്താണ് കിടക്കുന്നത്, പരസ്പരം ഓവർലാപ്പ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. വയലറ്റ് കഴിഞ്ഞ് ഒരു ഗ്യാപ്പിന് ശേഷമല്ല ഇൻഡിഗോ, ഇൻഡിഗോ കഴിഞ്ഞ് ഒരു ഗ്യാപ്പിന് ശേഷമല്ല ബ്ലൂ. വളരെ അടുത്താണ് അവർ സ്ഥിതി ചെയ്യുന്നത്. ഗ്യാപ്പ് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പം റേഡിയേഷൻസിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഇല്ലെങ്കിൽ വിളിക്കുന്ന പേരാണ് കണ്ടിന്യൂസ് സ്പെക്ട്രം. ഇഫ് ദർ ഈസ് നോ ഗ്യാപ്പ് ബിറ്റ്വീൻ റേഡിയേഷൻസ്, സ്പെക്ട്രം ഈസ് നോൺ ആസ് കണ്ടിന്യൂസ് സ്പെക്ട്രം. എക്സാമ്പിൾ റെയിൻബോ. മഴവില്ലിൽ ഉള്ള നിറങ്ങൾ വിബ്ജിയോ എന്ന് ചുരുക്കി എഴുതാം. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അടുത്തത്. ഇഫ് ദർ ഈസ് ഗ്യാപ്പ് ബിറ്റ്വീൻ റേഡിയേഷൻസ്, റേഡിയേഷൻസിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ സ്പെക്ട്രം ഈസ് നോൺ ആസ് ഡിസ്കണ്ടിന്യൂസ് സ്പെക്ട്രം. ഒരു റേഡിയേഷൻ, പിന്നെ ഗ്യാപ്പ്, പിന്നെ അടുത്ത റേഡിയേഷൻ. റേഡിയേഷൻസ് സെപ്പറേറ്റ് ചെയ്തിട്ടാണെങ്കിൽ, ഗ്യാപ്പോട് കൂടി സ്ഥിതി ചെയ്യുകയാണെങ്കിൽ അത്തരം സ്പെക്ട്രത്തിനെ വിളിക്കുന്ന പേരാണ് ഡിസ്കണ്ടിന്യൂസ് സ്പെക്ട്രം. എക്സാമ്പിൾ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രം ലൈൻ സ്പെക്ട്രമാണ്. റേഡിയേഷനെ സൂചിപ്പിക്കുന്ന ഒരു ലൈൻ, പിന്നീട് ഗ്യാപ്പാണ്, അതിനുശേഷം അടുത്ത ലൈൻ. ഈ രീതിയിലാണ് ഹൈഡ്രജന്റെ സ്പെക്ട്രം വരുന്നത്. എക്സാമ്പിൾ വരുന്നത് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റമാണ്. ആറ്റം തരുന്ന സ്പെക്ട്രം ആയതുകൊണ്ട് ഇതിനെ അറ്റോമിക് സ്പെക്ട്രം എന്നും വിളിക്കാം. അറ്റോമിക് സ്പെക്ട്രം ഡിസ്കണ്ടിന്യൂസ് സ്പെക്ട്രം. ഇതാണ് കണ്ടിന്യൂസ് സ്പെക്ട്രവും ഡിസ്കണ്ടിന്യൂസ് സ്പെക്ട്രവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. അടുത്തത്. ഡിഫറൻഷിയേറ്റ് എമിഷൻ സ്പെക്ട്രം ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. എമിഷൻ സ്പെക്ട്രവും അബ്സോർപ്ഷൻ സ്പെക്ട്രവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നോക്കാം.
ആദ്യം കാണാൻ പോകുന്നത് എമിഷൻ സ്പെക്ട്രമാണ്. എങ്ങനെയാണ് എമിഷൻ സ്പെക്ട്രം കിട്ടുന്നത് എന്ന് നോക്കാം. എനർജി ഈസ് ഗിവൻ ടു എ ഗ്യാസ്. ഒരു ഗ്യാസിൻ്റെ സാമ്പിളിലേക്ക് നമ്മൾ എനർജി കൊടുക്കുന്നു. ഒരു ഡിസ്ചാർജ് ട്യൂബിലാണ് ഈ പരീക്ഷണം ചെയ്യുന്നത്. എനർജി ഈസ് ഗിവൻ ടു എ ഗ്യാസ് ടേക്കൺ ഇൻ എ ഡിസ്ചാർജ് ട്യൂബ്. വേണമെങ്കിൽ അങ്ങനെ എഴുതാം, ടേക്കൺ ഇൻ എ ഡിസ്ചാർജ് ട്യൂബ്. ടേക്കൺ ഇൻ എ ഡിസ്ചാർജ് ട്യൂബ്. ഇപ്പോൾ ഒരു ഗ്യാസിൻ്റെ സാമ്പിളിലേക്ക് എനർജി കൊടുക്കുന്നു. എനർജി കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇലക്ട്രോൺസ് എനർജി വലിച്ചെടുത്ത് ലോവർ ലെവലിൽ നിന്നും ഹയർ ലെവലിലേക്ക് പോകും. The electrons absorb energy and get excited to higher energy levels. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി എന്ത് ചെയ്യും? They return to the lower levels by emitting radiations. ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് വരുമ്പോൾ റേഡിയേഷൻസ് പുറത്തേക്ക് വിടും. ഈ റേഡിയേഷൻസ് നമ്മൾ ഒരു സ്പെക്ട്രോമീറ്റർ വെച്ച് പരിശോധിക്കും, അല്ലെങ്കിൽ സ്പെക്ട്രോഗ്രാഫ് വെച്ച് പരിശോധിക്കും. ഈ സമയത്ത് കിട്ടുന്ന സ്പെക്ട്രമാണ് എമിഷൻ സ്പെക്ട്രം. ദ റേഡിയേഷൻസ് ആർ ഒബ്സർവ്ഡ് ബൈ യൂസിങ് എ സ്പെക്ട്രോമീറ്റർ ഓർ സ്പെക്ട്രോഗ്രാഫ്. The spectrum formed is known as emission spectrum. ഇലക്ട്രോണുകൾ എനർജി വലിച്ചെടുത്ത് ലോവർ ലെവലിൽ നിന്നും ഹയർ ലെവലിലേക്ക് പോകും. ഹയർ ലെവലിൽ നിന്നും ലോവർ ലെവലിലേക്ക് തിരിച്ചു വരുമ്പോൾ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. ഈ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് ഒരു സ്പെക്ട്രോമീറ്റർ വെച്ച് പരിശോധിക്കും. ഈ സമയത്ത് കിട്ടുന്ന സ്പെക്ട്രത്തിനെയാണ് എമിഷൻ സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. Energy is given to a gas taken in a discharge tube. The electrons absorb energy and get excited to higher energy levels. They return to the lower levels by emitting radiations. The radiations are observed by using a spectrometer or spectrograph. The spectrum formed is known as emission spectrum. For a definition പോലെ നമുക്ക് പറയാം, the spectrum of radiation emitted by an atom is called an emission spectrum. The spectrum of radiation emitted by an atom, ഒരു ആറ്റം എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ സ്പെക്ട്രം, അതിനെയാണ് എമിഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഒരു ആറ്റം എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ സ്പെക്ട്രം, ഒരു ആറ്റം എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ സ്പെക്ട്രം, ഒരു ആറ്റം എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ സ്പെക്ട്രം, ഇതിനെയാണ് എമിഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ദ സ്പെക്ട്രം ഓഫ് റേഡിയേഷൻ എമിറ്റഡ് ബൈ ആൻ ആറ്റം ഈസ് കോൾഡ് എമിഷൻ സ്പെക്ട്രം. അടുത്ത പോയിന്റ് നോക്കൂ. ദ എമിഷൻ സ്പെക്ട്രം കണ്ടെയ്ൻസ് ബ്രൈറ്റ് കളേർഡ് ലൈൻസ് വിത്ത് ബ്ലാക്ക് ഏരിയാസ് ഇൻ ബിറ്റ്വീൻ ദം. കറുത്ത ഷർട്ടിൽ വെളുത്ത വരകൾ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? അതുപോലെയാണ് ഈ സ്പെക്ട്രം. കറുത്ത ഷർട്ട്, അതിൽ വൈറ്റ് ലൈൻസ്, വെളുത്ത വരകൾ, ഒരു ലൈൻ, പിന്നെ ബ്ലാക്ക് ഏരിയ ആയിരിക്കും, പിന്നെ അടുത്ത ലൈൻ, അതിനുശേഷം ബ്ലാക്ക്. അതുപോലെയാണ് എമിഷൻ സ്പെക്ട്രം. ബ്രൈറ്റ് ലൈൻസ് ആണ്. ഈ ബ്രൈറ്റ് ലൈൻസിൻ്റെ ഇടയ്ക്ക് എന്തായിരിക്കും? ബ്ലാക്ക് ഏരിയ ആണ് ഉള്ളത്. ഓക്കെ. ദ എമിഷൻ സ്പെക്ട്രം കണ്ടെയ്ൻസ് ബ്രൈറ്റ് കളേർഡ് ലൈൻസ് വിത്ത് ബ്ലാക്ക് ഏരിയാസ് ഇൻ ബിറ്റ്വീൻ ദം. അടുത്ത പോയിന്റ്, എമിഷൻ സ്പെക്ട്രം കണ്ടെയ്ൻസ് ഡിസ്ക്രീറ്റ് ലൈൻസ് ആൻഡ് സോ ഇറ്റ് ഈസ് നോൺ ആസ് ലൈൻ സ്പെക്ട്രം. എമിഷൻ സ്പെക്ട്രത്തിൽ ലൈൻസ് ആണുള്ളത്, നല്ല ബ്രൈറ്റ് ലൈൻസ് ഉണ്ട്.
ഈ ബ്രൈറ്റ് ലൈൻസ് എല്ലാം സെപ്പറേറ്റഡ് ആണ്. ഒരു ലൈൻ കഴിഞ്ഞിട്ട് അല്പം കഴിഞ്ഞിട്ടാണ് അടുത്ത ലൈൻ വരുന്നത്. ഡിസ്ക്രീറ്റ് ലൈൻസ് ആണ്, സെപ്പറേറ്റ് ലൈൻസ് ആണ്. സ്പെക്ട്രം ഇങ്ങനെ റേഡിയേഷന്റെ ലൈൻ പോലെ കിട്ടുന്നത് കൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് ലൈൻ സ്പെക്ട്രം. എമിഷൻ സ്പെക്ട്രം കണ്ടെയ്ൻസ് ഡിസ്ക്രീറ്റ് ലൈൻസ് ആൻഡ് സോ ഇറ്റ് ഈസ് നോൺ ആസ് ലൈൻ സ്പെക്ട്രം. അടുത്ത പോയിന്റ്, ഫ്രം ലൈൻ സ്പെക്ട്രം we can identify the atom. So line spectrum is known as fingerprints of the atom. ഫിംഗർ വളരെ സ്പെസിഫിക് ആണെന്ന് നമുക്കറിയാം. ഒരാളുടെ ഫിംഗർ പ്രിന്റ് പോലെ ആയിരിക്കില്ല മറ്റൊരാളുടെ ഫിംഗർ പ്രിന്റ്. ലൈറ്റ് സ്പെക്ട്രം കിട്ടിയാൽ അത് ഏത് ആറ്റത്തിൻ്റെയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ലൈൻ സ്പെക്ട്രം പരിശോധിച്ചാൽ ഏത് ആറ്റമാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ലൈൻ സ്പെക്ട്രത്തിനെ ആറ്റത്തിന്റെ ഫിംഗർ പ്രിന്റ് എന്ന് വിളിക്കുന്നത്. ഫ്രം ലൈൻ സ്പെക്ട്രം we can identify the atom. So line spectrum is known as fingerprints of the atom. Another point, since the spectrum is obtained from atoms only, it is called atomic spectrum. ആറ്റങ്ങളിൽ നിന്ന് മാത്രമാണ് ഇത്തരം സ്പെക്ട്രം കിട്ടുന്നത്. അതുകൊണ്ട് ഈ ലൈൻ സ്പെക്ട്രത്തിനെ നമുക്ക് എന്ത് പേര് വിളിക്കാം? അറ്റോമിക് സ്പെക്ട്രം എന്നും വിളിക്കാം. Since the spectrum is obtained from atoms only, it is called atomic spectrum. ഇനി അടുത്തത് അബ്സോർപ്ഷൻ സ്പെക്ട്രം. എമിഷൻ സ്പെക്ട്രം കിട്ടുന്ന രീതി നമ്മൾ പഠിച്ചു. ഇനി അബ്സോർപ്ഷൻ സ്പെക്ട്രം എങ്ങനെ കിട്ടും? ലൈറ്റ് ഈസ് പാസ്ഡ് ത്രൂ എ സാമ്പിൾ ഓഫ് ഗ്യാസ്. എന്നെഴുതാം. ഗ്യാസിന്റെ ഒരു സാമ്പിളിലൂടെ ലൈറ്റ് കടത്തിവിടുന്നു. എ പാർട്ട് ഓഫ് ദ ലൈറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ സാമ്പിൾ. നമ്മൾ പാസ് ചെയ്യുന്ന, കടത്തിവിടുന്ന ലൈറ്റിന്റെ ഒരു പോർഷൻ, റേഡിയേഷന്റെ ഒരു പോർഷൻ ഈ സാമ്പിൾ അബ്സോർബ് ചെയ്യും. ബാക്കിയുള്ള റേഡിയേഷനെ അല്ലെങ്കിൽ ലൈറ്റിനെ എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യും, പുറത്തേക്ക് വിടും. ഈ പുറത്തേക്ക് വിടുന്ന ലൈറ്റിനെ നമ്മളൊരു സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ച് പരിശോധിക്കും. അപ്പോൾ കിട്ടുന്ന സ്പെക്ട്രത്തിനെയാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഒരു ഗ്യാസിന്റെ സാമ്പിളിലൂടെ ലൈറ്റ് കടത്തിവിടുക, അതായത് റേഡിയേഷൻ. ഈ റേഡിയേഷന്റെ ഒരു ഭാഗം ഈ സാമ്പിൾ വലിച്ചെടുക്കും, അബ്സോർബ് ചെയ്യും. ബാക്കി വരുന്ന റേഡിയേഷൻ പുറത്തേക്ക് പോകും, ട്രാൻസ്മിറ്റ് ചെയ്യും. ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന റേഡിയേഷനെ അല്ലെങ്കിൽ ലൈറ്റിനെ നമ്മൾ സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ച് പരിശോധിക്കും. അപ്പോൾ നമുക്ക് സ്പെക്ട്രം കിട്ടും. ഈ സ്പെക്ട്രത്തിനെ വിളിക്കുന്ന പേരാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. Light is passed through a sample of gas. A part of the light is absorbed by the sample. The transmitted light is observed by using a spectrometer. The spectrum formed is known as absorption spectrum. Okay. അടുത്ത പോയിന്റ്, ദ അബ്സോർപ്ഷൻ സ്പെക്ട്രം കൺസിസ്റ്റ് ഓഫ് ഡാർക്ക് ലൈൻസ് വിത്ത് ബ്രൈറ്റ് ഏരിയാസ് ഇൻ ബിറ്റ്വീൻ ദം. എമിഷൻ സ്പെക്ട്രത്തിന്റെ നേരെ വിപരീതമാണ്. വെളുത്ത ഷർട്ടിൽ കറുത്ത വരകൾ, അങ്ങനെ വിചാരിച്ചാൽ മതി. വെളുത്ത ഷർട്ട് അല്ലെ, വെളുത്ത തുണി, അതിൽ കറുത്ത വരകൾ. ഒരു കറുത്ത വര, പിന്നെ വൈറ്റ് പോർഷനാണ്, അതിനുശേഷം അടുത്ത ബ്ലാക്ക് ലൈൻ. ആ രീതിയിലാണ് പോകുന്നത്. ഇപ്പം എമിഷൻ സ്പെക്ട്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, ഫോട്ടോഗ്രാഫിക് നെഗറ്റീവ് പോലെയാണ്. ദ അബ്സോർപ്ഷൻ സ്പെക്ട്രം കൺസിസ്റ്റ് ഓഫ് ഡാർക്ക് ലൈൻസ് വിത്ത്
bright areas in between them. അടുത്ത പോയിന്റ്, an absorption spectrum is like the photographic negative of the emission spectrum. എമിഷൻ സ്പെക്ട്രത്തിന്റെ ഫോട്ടോഗ്രാഫിക് നെഗറ്റീവ് പോലെയാണ്. എമിഷൻ സ്പെക്ട്രത്തിന്റെ നേരെ വിപരീതമാണ്. എമിഷൻ സ്പെക്ട്രത്തിൽ ബ്രൈറ്റ് ലൈൻ ആയിട്ടുള്ളത് അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിൽ ഡാർക്ക് ലൈൻ ആവും അല്ലേ? ഇപ്പം നമ്മൾ ഫോട്ടോ എടുത്തു, തലമുടിയുടെ നിറം കറുപ്പാണെങ്കിൽ ആ ഫോട്ടോഗ്രാഫിക് ഫിലിമിൻ്റെ നെഗറ്റീവിൽ തലമുടിയുടെ നിറം എന്തായിരിക്കും? വെളുപ്പായിരിക്കും. ഇനി തലമുടി വെളുപ്പാണെന്നിരിക്കട്ടെ, നെഗറ്റീവ് എടുത്തു നോക്കിയാൽ, ഫോട്ടോഗ്രാഫിക് ഫിലിം എടുത്തു നോക്കിയാൽ ആ തലമുടി കറുത്തിട്ടായിരിക്കും, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പം അതുപോലെയാണ് എമിഷൻ സ്പെക്ട്രവും അബ്സോർപ്ഷൻ സ്പെക്ട്രവും. അടുത്ത പോയിന്റ്, ദ സ്റ്റഡി ഓഫ് എമിഷൻ ഓർ അബ്സോർപ്ഷൻ സ്പെക്ട്ര ഈസ് നോൺ ആസ് സ്പെക്ട്രോസ്കോപ്പി. ഇപ്പം നമ്മൾ ഇത്രയും സമയം പറഞ്ഞുകൊണ്ടിരുന്നത് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ബ്രാഞ്ചിൻ്റെ കാര്യമാണ്. എമിഷൻ സ്പെക്ട്ര അല്ലെങ്കിൽ അബ്സോർപ്ഷൻ സ്പെക്ട്ര ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചാണ് സ്പെക്ട്രോസ്കോപ്പി. എമിഷൻ സ്പെക്ട്രം എന്താണ്, അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്താണ് നമ്മൾ നോക്കി. ഇനി നിങ്ങൾക്ക് വേണ്ടി ഈ ചിത്രം ഒന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? കറുത്ത ഷർട്ടിൽ വെളുത്ത വര എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അല്ലേ? ഡാർക്ക് ഏരിയ, അതിൽ ബ്രൈറ്റ് ലൈൻസ് കണ്ടോ? ബ്രൈറ്റ് തിളങ്ങുന്ന ലൈൻസ് ആണ്. ഇപ്പം എമിഷൻ സ്പെക്ട്രത്തിൻ്റെ മോഡൽ ഇതാണ് എമിഷൻ സ്പെക്ട്രം. അബ്സോർപ്ഷൻ സ്പെക്ട്രം ആണെങ്കിലോ ലൈൻസ് കറുത്തിട്ടാണ് കണ്ടോ? ബ്ലാക്ക് ലൈൻസ് ആണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കുള്ള ഏരിയ എന്താണ്? നല്ല ബ്രൈറ്റാണ്. ഏരിയ ബ്രൈറ്റാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ചിത്രം വരുന്നത്. ഇങ്ങനെയാണ് സ്പെക്ട്രത്തിൻ്റെ മോഡൽ. സ്പെക്ട്രോമീറ്റർ വെച്ച് പരിശോധിക്കുമ്പോൾ ഇതേ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്ത നോക്കൂ, രണ്ട് ചിത്രങ്ങൾ കൂടി. ഇവിടെ ഒരു ഗ്യാസ് എടുത്തിട്ടുണ്ട്, ഒരു ഫ്ലാസ്കിൽ ഒരു ഗ്യാസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ലൈറ്റ് കടത്തി വിട്ടു. ലൈറ്റ് കടത്തി വിടുമ്പോൾ കുറച്ച് ഭാഗം ഈ ഗ്യാസ് അബ്സോർബ് ചെയ്യും, കുറച്ച് ഭാഗം ഈ ഗ്യാസ് അബ്സോർബ് ചെയ്യും, ബാക്കി പുറത്തേക്ക് വിടും. ഈ പുറത്തേക്ക് വിടുന്ന, അതായത് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിനെ നമ്മൾ സ്പെക്ട്രോമീറ്റർ വെച്ചാണ് പരിശോധിക്കുന്നത്. ഇവിടെ ഒരു പ്രിസമാണ് വെച്ചിട്ടുള്ളത്. ഒരു പ്രിസം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സ്പെക്ട്രം ഉണ്ടാക്കുന്നത്. കണ്ടോ, ഒരു പ്രിസം. സ്പെക്ട്രോമീറ്റർ ഇവിടെ കാണിച്ചിട്ടില്ല, ഒരു പ്രിസമാണ്. സിമ്പിളാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ്. ഒരു പ്രിസം വെച്ചിട്ടുണ്ട്. ഈ പ്രിസം ഉപയോഗിച്ച് നമുക്ക് സ്പെക്ട്രം കിട്ടി. ഇതാണ് അബ്സോർപ്ഷൻ ലൈൻസ്. കണ്ടോ, ഡാർക്ക് ലൈൻസ് വിത്ത് ബ്രൈറ്റ് ഏരിയ ഇൻ ബിറ്റ്വീൻ. ഇതാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിൻ്റെ ചിത്രം. ഇതൊന്ന് വരയ്ക്കാൻ പഠിച്ചാൽ നല്ലതാണ്. ഇനി എമിഷൻ സ്പെക്ട്രം എങ്ങനെയാണ്? ഇത് ഡിസ്ചാർജ് ട്യൂബാണ്. ദിസ് ഈസ് ഡിസ്ചാർജ് ട്യൂബ്. നമ്മൾ എനർജി കൊടുത്തു, ഇലക്ട്രോണുകൾ ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് പോയി, അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ റേഡിയേഷൻ പുറത്തേക്ക് വിടും. ഈ റേഡിയേഷനാണ് പ്രിസത്തിലൂടെ കടത്തി വിടുന്നത്. നമ്മൾ സ്പെക്ട്രോമീറ്റർ വെച്ചിട്ടാണ് പരിശോധിക്കുക. ഇവിടെ പ്രിസമാണ് കാണിച്ചിരിക്കുന്നത്. സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പ്രിസത്തിലൂടെ കടത്തി വിട്ടു, നമുക്ക് എന്ത് കിട്ടി? സ്പെക്ട്രം കിട്ടി. എന്തായിരിക്കും സ്പെക്ട്രത്തിൻ്റെ പ്രത്യേകത? ബ്രൈറ്റ് ലൈൻസ് വിത്ത് ഡാർക്ക് ഏരിയ. ചിത്രത്തിൽ ഡാർക്ക് കാണിച്ചിട്ടില്ല, ബ്ലാക്ക് ഏരിയ ആണ് വേണ്ടത്. ബ്രൈറ്റ് ലൈൻസ് വിത്ത് ഡാർക്ക് ഏരിയ ഇൻ ബിറ്റ്വീൻ ദം. അപ്പോൾ അബ്സോർപ്ഷൻ സ്പെക്ട്രം രൂപീകരിക്കുന്ന രീതി ഈ ചിത്രത്തിലുണ്ട്, എമിഷൻ സ്പെക്ട്രം രൂപീകരിക്കുന്ന രീതി ഈ ചിത്രത്തിലുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാവും. ഇതോടുകൂടി നമ്മുടെ ഈ വലിയ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന വലിയൊരു ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. നോട്ട് മുഴുവനായിട്ടും എഴുതിയെടുക്കണം. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം. ബൈ.